യേശുവിൽ പ്രിയരെ, ഏവർക്കും സ്വാഗതം. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് നേരെ കരം ഉയർത്തരുത്. 105 സങ്കീർത്തനം 15 തിരുവചനവും 1 ദിനവൃത്താന്തം 16, 22 വചനവും ഇത് നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഈ ദൈവവചന സന്ദേശത്തെ തെറ്റായി ധരിച്ച വലിയൊരു വിശ്വാസ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഉത്തരവാദികൾ ഞാൻ അടക്കം സുവിശേഷ വേദികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികളുടെ പ്രഭാഷണങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ എന്നെയും ഒരു കുറ്റബോധത്തിലേക്ക് നയിക്കുന്നുണ്ട്. കാരണം അഭിഷിക്തൻ എന്നതിന് ഞങ്ങൾ കൊടുത്തിരുന്ന നിർവചനം സഭയിലെ പുരോഹിതന്മാർ എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴമേറിയ അർത്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഇത് പുരോഹിതന്മാരാണോ അതോ മറ്റു പലരുമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. നമുക്കറിയാം, ഇസ്രായേൽ ജനസമൂഹം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് സഞ്ചരിച്ച വിശദീകരണങ്ങൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ, ഈജിപ്തിലെ അടിമത്തത്തിൽ കിടന്ന് പാടുപീടെ അനുഭവിച്ച് ദൈവജനത്തിന് നിലവിളി കേട്ട ദൈവം മോശയെയും അവനെ സഹായിക്കാൻ അഹറോനെയും നിയമിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ ഏറെ പ്രവർത്തിച്ച് അപ്പോഴും ഹൃദയം കഠിനമാക്കിയ ഫറവോയെ ഭയപ്പെടുത്തുന്നതിലേക്കായി ദുരിതങ്ങൾ അധികം അയക്കുകയുണ്ടായി. എന്നിട്ടും മനസ്സുമാറാതെ കഠിനമേറിയ മനസ്സുമായി നടക്കുന്ന ഫറവോയിൽ നിന്ന് മോചനം കൊടുക്കാൻ പെസഹ, പാസ് ഓവർ, കടന്നുപോക്ക് എന്ന ഒരു ചടങ്ങിനും പ്രവർത്തിക്കും സംഭവത്തിനുമെല്ലാം ദൈവം തുടക്കം കുറിച്ചു. അന്ന് ആ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഇസ്രായേൽ ജനത്തെയും കൊണ്ട് സുദീർഘമായൊരു യാത്ര, ചെങ്കടൽ കടന്ന്, അത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനെ കടന്ന് വിജാതീയർ അധിവസിക്കുന്ന വിവിധ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലുള്ള പല പ്രദേശങ്ങളിലൂടെ ത്യാഗം സഹിച്ച് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം സഞ്ചരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കഠിന ഹൃദയരായ നാട്ടുരാജാക്കന്മാരോ അവരുടെ സൈന്യമോ ഇസ്രായേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട ദൈവജനത്തെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ, പീഡിപ്പിക്കാതിരിക്കാൻ, ഉപദ്രവിക്കാതിരിക്കാൻ ദൈവം വിജാതീയ ഭരണകൂടങ്ങളെ ശാസിച്ച തിരുവചനമാണ് എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് നേരെ കരമുയർത്തരുത് എന്നുള്ളത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ 105 സങ്കീർത്തനത്തിൻ്റെ 9 മുതൽ 15 വരെ വചനങ്ങളും 1 ദിനവൃത്താന്തം 16-ന്റെ 15 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നാം വായിക്കേണ്ടതുണ്ട്. അതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്, അഭിഷിക്തർ എന്ന വാക്കോട് ഉദ്ദേശിച്ചത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഇസ്രായേലിലെ പൂർവ്വപിതാക്കൾ എന്നാണ്, അല്ലാതെ പുരോഹിതരെന്നല്ല. കാരണം ഈ തിരുവചനം അവിടുന്ന് കൽപ്പിക്കുന്ന സമയത്ത് പുരോഹിതഗണം അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല. അതിനുശേഷമാണ് പുറപ്പാട് പുസ്തകത്തിന്റെ 29-ാം അധ്യായത്തിലാണ് പൗരോഹിത്യ പദവിയിലേക്ക് അഹറോനെയും പുത്രന്മാരെയും നിയോഗിക്കുന്നതിനെ കുറിച്ച് ദൈവം കൽപ്പന കൊടുക്കുന്നത്. ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പൗരോഹിത്യ അഭിഷേകം നടന്നത് ലേവ്യരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1 മുതൽ വചനങ്ങളിലാണ്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, പൗരോഹിത്യ പദവി ഉണ്ടാകുന്നതിന് മുമ്പേ ഈ വചനം ദൈവം അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ ഈ അഭിഷിക്തർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രായേലിലെ പൂർവ്വപിതാക്കന്മാരാണ്. ഇനി നവീന ഇസ്രായേലായ ക്രൈസ്തവ ജനം, അവരെയും അഭിഷിക്തരായി തന്നെ കാണേണ്ടതുണ്ട്. കാരണം സഭയിൽ 3 കൂദാശകൾ മാത്രമേ തൈലാഭിഷേക ശുശ്രൂഷകളിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്നു. അതിൽ ഒന്നാമത്തത് ജ്ഞാനസ്നാനം, രണ്ടാമത്തത് സ്ഥൈര്യലേപനം. ഇത് എല്ലാ വിശ്വാസികളും സ്വീകരിച്ചിട്ടുണ്ട്. വിശേഷിച്ച പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിട്ടുള്ളവരെല്ലാവരും തന്നെ ഈ തൈലാഭിഷേക ശുശ്രൂഷയിലൂടെ അഭിഷിക്ത പദവിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ മറ്റൊരു തൈലാഭിഷേകം, അത് പലവട്ടം ആവർത്തിക്കാവുന്നതാണ്. അത് രോഗീലേപനമാണ്. പലവട്ടം രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാം. പക്ഷേ ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനം ഒരേ ഒരു തവണ മാത്രം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ചില രൂപതകളിൽ ജ്ഞാനസ്നാനത്തോട് കൂടി തന്നെ പ്രാരംഭ കൂദാശകൾ എന്ന നിലയ്ക്ക് സ്ഥൈര്യലേപനവും നൽകിയിരിക്കുന്നു എന്നതിനാൽ എറണാകുളത്ത് വരുമ്പോൾ ചില പൊട്ടന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ പുറത്ത് വീണ്ടും സ്ഥൈര്യലേപനം കൊടുത്ത് കൂദാശ നിന്നയിലേക്ക് കടന്നു പോകുന്നുണ്ട്.
കാരണം ഒരു തവണ മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന ഈ കൂദാശ വീണ്ടും ആവർത്തിക്കുമ്പോൾ കൂദാശ നിന്ദിയായി മാറും. അതെങ്ങനെ? ഒരേ ഓസ്തി കൊണ്ട് 16 ബലിയർപ്പിച്ച ഇവിടുത്തെ മന്ദബുദ്ധികൾക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. പക്ഷെ മന്ദബുദ്ധി എന്ന് വിളിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. കാരണം അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ മന്ദബുദ്ധികളെന്ന് വിളിക്കാമായിരുന്നു പണ്ടേതോ സിനിമയിലൊരു കഥാപാത്രം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ ആ വഴിക്ക് വിടുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക, അഭിഷിക്തർ എന്നത് വിശ്വാസ സമൂഹമാണ്, അല്ലാതെ പുരോഹിത വർഗമല്ല. കാരണം പുരോഹിതർ യഥാർത്ഥത്തിൽ അപ്പസ്തോലിക പിന്തുടർച്ചയുള്ളവരല്ല. അപ്പസ്തോലിക പിന്തുടർച്ചയുള്ളവർ മെത്രാന്മാരാണ്. 12 അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചയിൽ വരുന്നത് മെത്രാന്മാർ മാത്രമാണ്. അവരുടെ കൈവപ്പിലൂടെ അവരാൽ നിർദ്ദേശിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ മാത്രം അധികാരമുള്ളവരാണ് പുരോഹിതന്മാർ. ആ പദവിയിൽ മാത്രമേ അവരെ ബഹുമാനിക്കേണ്ട ബാധ്യത നമുക്കുള്ളൂ എന്ന യാഥാർത്ഥ്യം കൂടി ദൈവജനത്തിന് മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം.